ഫലപ്രഖ്യാപനത്തിന് മുമ്പേ കോൺഗ്രസിൽ കലാപം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരും മുമ്പേ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഭിന്നത രൂക്ഷമാകുന്നു. കെ സുധാകരൻ ഫേസ്ബുക്കിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് പങ്കുവച്ച കുറിപ്പിന് പിന്നാലെ വലിയ ചർച്ചകളാണ് സൈബർ ഇടങ്ങളിൽ ഉയരുന്നത്. കെ.സി. വേണുഗോപാൽ കേരളത്തിന് ആവശ്യമായ നേതാവാണെന്നും കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി എന്നിവരുടെ പാത പിന്തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനത്തേക്ക് ഉയരണമെന്നുമായിരുന്നു കെ സുധാകരന്റെ പരാമർശം. ഈ നിലപാട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന ആരോപണവുമായി അദ്ദേഹത്തിന്റെ അനുയായികൾ രംഗത്തെത്തി. സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യനെന്നും വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തുടരണമെന്നുമുള്ള പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ നിറഞ്ഞു. അനുയായികൾ തമ്മിലുള്ള വാക്കുതർക്കം ശക്തമായതോടെ സാഹചര്യം നിയന്ത്രണാതീതമായി. ഒടുവിൽ വിവാദം കൂടുതൽ രൂക്ഷമാകുന്നത് തടയാൻ സുധാകരന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് ബോക്സ് പൂട്ടേണ്ടി വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനിഷേധ്യനായ സംഘാടകനും ശക്തനായ നേതാവുമായ കെ.സി. വേണുഗോപാൽ ദേശീയ തലത്തിൽ നിർണായക ചുമതലകൾ നിർവഹിച്ച് രാഹുൽജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുമ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിന് എത്രത്തോളം ആവശ്യമാണെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തകരെ ഉണർത്തിയും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആത്മവിശ്വാസം പകരുന്ന ശക്തിയായി മാറിയും പാർട്ടിയുടെ വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അതൊരു നേതാവിന്റെ സംഘടനാ മികവിന്റെ തെളിവാണ്. ഇന്ന് കേരളത്തിന് ആവശ്യം അത്തരം ദൂരദർശിയുള്ള നേതൃത്വമാണ്. ലീഡർ കെ കരുണാകരൻ, എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർജി തുടങ്ങി സംസ്ഥാന രാഷ്ട്രീയത്തെ ദിശാബോധത്തോടെ നയിച്ച മഹാനേതാക്കളുടെ പാത പിന്തുടർന്ന് കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായി ഉയരാൻ കെ.സിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരിൽ ശക്തമാണ്. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യത്തിലാണ് പ്രതിഫലിക്കുന്നത്. താഴെത്തട്ടിൽ നിന്ന് സംഘടനയുടെ ഓരോ ഘട്ടവും അനുഭവിച്ച് വളർന്നു വന്ന ഒരു നേതാവിന് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാനും അവരുടെ പ്രതീക്ഷകൾക്ക് മറുപടി നൽകാനും കഴിയൂ. പാർട്ടിയോടുള്ള അചഞ്ചലമായ ആത്മാർത്ഥത, പ്രതിസന്ധികളിൽ പോലും പിന്നോട്ടില്ലാത്ത ഉറച്ച നിലപാട്, പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും ആദരവുമാണ് കെ.സി. വേണുഗോപാലിനെ വ്യത്യസ്തനാക്കുന്നത്. നേതാവെന്ന നിലയിൽ മാത്രമല്ല, ഒരാളുടെ സഹയാത്രികനായും പ്രവർത്തകരുടെ ഇടയിൽ നിലകൊള്ളാൻ കഴിയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അത്തരം നേതാക്കൾ ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്താണ്. അവരുടെ പ്രവർത്തന ശൈലിയും ആത്മാർത്ഥതയും തന്നെയാണ് ഭാവിയെ നിർണ്ണയിക്കുന്നത്. കോൺഗ്രസിനും UDFനും ശക്തമായ ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്തു പകരുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി കെ.സി. വേണുഗോപാൽ ഉയരട്ടെ. ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ എന്നായിരുന്നു കെ സുധാകരന്റെ കുറിപ്പ്. അതേസമയം കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ചർച്ച കൊടുമ്പിരി കൊണ്ടിരിക്കെ വിവാദം തുടങ്ങിവെച്ച കെ സുധാകരനെ തള്ളാതെ കെ.സി. വേണുഗോപാൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം ചർച്ചകളിൽ താൻ അഭിപ്രായം പറയുന്നില്ലെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പൊതുജന മധ്യത്തിൽ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. പരസ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്നുവെന്നും കെ.സി. മാധ്യമങ്ങളോട് പ്രതികരിച്ചു.